കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ സംശയനിഴലിലായ റിബേഷ് രാമകൃഷ്ണനെ ന്യായീകരിച്ച് വടകരയിൽ ഡിവൈഎഫ്ഐയുടെ വിശദീകരണ യോഗം ചേർന്നു. സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് റിബേഷ് അല്ല, അത് പങ്കുവച്ചത് ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്കാണെന്നും ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി PC ഷൈജു പറഞ്ഞു. ആരോപണങ്ങൾ തെളിയിക്കാൻ പരസ്പരം വെല്ലുവിളിച്ചിരിക്കുകയാണ് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ സംശയനിഴലിലായ റിബേഷ് രാമകൃഷ്ണന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് ഡിവൈഎഫ്ഐ. വടകരയിൽ നടന്ന വിശദീകരണ യോഗത്തിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റായ റിബേഷും പങ്കെടുത്തു. കാഫിർ സ്ക്രീൻഷോട്ട് റിബേഷ് ഫോർവേഡ് ചെയ്തതായി അംഗീകരിക്കുന്നുവെന്നും എന്നാൽ അതിന്റെ സൃഷ്ടാവ് റിബേഷാണെന്ന പ്രചാരണം തെറ്റാണെന്നും ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി PC ഷൈജു. റിബേഷ് അഡ്മിനായിട്ടുള്ള ഒരു ഗ്രൂപ്പിനകത്തേക്ക് ഇത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളത് അംഗീകരിക്കുന്നു. ഉദ്ദേശശുദ്ധിയെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് റിബേഷാണ് ഇത് നിർമ്മിച്ചത് എന്ന പ്രചരണമാണ് പാറക്കൽ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ UDFന്റെ നേതൃത്വം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് റിബേഷാണെന്ന് തെളിയിച്ചാൽ 25 ലക്ഷം രൂപ പാരിതോഷികമെന്ന് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി വെല്ലുവിളിച്ചു. സ്ക്രീൻഷോട്ടിന് പിന്നിൽ UDF ആണെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. UDF ആണ് അവിടെ വർഗീയതയും അതുപോലെ തന്നെ അശ്ലീലതയും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പ്രചരിപ്പിച്ചത്. അവർക്കാണെങ്കിൽ നല്ല ഈ റിക്കാർഡെല്ലാം ഉണ്ടാക്കിയ നല്ല ശീലമുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത്, ഞങ്ങളാണ് ഈ കാര്യം വന്നപ്പോഴും LDF ആണ് ആദ്യമായിട്ട് കേസ് കൊടുത്തത്. പ്രതികളെ കണ്ടെത്തേണ്ടത് ജനങ്ങളല്ലെന്നും പോലീസാണെന്നും യൂത്ത് കോൺഗ്രസിന്റെ മറുപടി. പ്രതികൾ ആരെന്ന് റിബേഷ് തെളിയിച്ചാൽ 25 ലക്ഷം രൂപ അങ്ങോട്ട് തരാമെന്നും തിരിച്ചടിച്ചു. ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റായ റിബേഷ് അഡ്മിനായ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചതെന്നാണ് ഹൈക്കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ട്. 24 കോഴിക്കോട്.